ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരു ചെറുപയർ പരിപ്പ് പായസമാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പായസത്തിന് വേണ്ടി നമ്മൾ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാംസ് ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിത് അല്പം നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാകാൻ വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ പോകുന്നത് വരെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുപയർ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കുന്നതിനായിട്ടുള്ള ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും വേണം നമ്മൾ ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാൻ. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറുപയർ പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കിനും ഇതിലെ വെള്ളമൊക്കെ വറ്റും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചെറുപയർ പരിപ്പിലെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് വേവത്തില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ശർക്കരപ്പാനിയിൽ ഈ ചെറുപയർ പരിപ്പ് വരട്ടിയെടുക്കണം. ഇപ്പം ഇതിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം. നമ്മുടെ ചെറുപയർ പരിപ്പിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് 2ാം പാലൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പായസം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചുക്കുപൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. 2ാം പാല് ചേർത്തിട്ട് നന്നായിട്ട് കുറുകിയതിന് ശേഷം വേണം 1ാം പാല് ചേർത്ത് കൊടുക്കാൻ. 1ാം പാല് ചേർത്തതിന് ശേഷം നമ്മൾ പായസം തിളപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ വേണം 1ാം പാല് ചേർക്കാൻ. നമ്മുടെ പായസത്തിലെ 2ാം പാലൊക്കെ നന്നായിട്ട് വറ്റി പായസം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കശുവണ്ടി, മുന്തിരി എന്നിവ വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. കശുവണ്ടി ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരിയും കശുവണ്ടിയും പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക.
ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്